സ്നേഹനിധികളായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഹലോ, എല്ലാവർക്കും ടൈം ടേണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് 35-ാം നമ്പർ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പതിവുകളൊന്നും തെറ്റിക്കാതെ ഈ ചാനലിനെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങുകയാണ്. സ്റ്റെപ്പായിട്ട് PGWP ആപ്ലിക്കേഷൻ എങ്ങനെ സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം. അപ്പോൾ ഈ PGWP അല്ലെങ്കിൽ സ്റ്റേ ബാക്ക് നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന ഈ വർക്ക് പെർമിറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാനഡയിൽ പഠിച്ചിറങ്ങുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു കനേഡിയൻ എക്സ്പീരിയൻസ് ഏൺ ചെയ്യാനും പിന്നെ PR-ലേക്ക് ഭാവിയിൽ അപ്ലൈ ചെയ്യുമ്പം അത് ഹെൽപ്ഫുൾ ആയേക്കാവുന്ന ഒരു ഓപ്പൺ വർക്ക് പെർമിറ്റാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ PGWP എന്ന് പറയുന്നത്. കൈൻഡ് ഓഫ് ഓപ്പൺ വർക്ക് പെർമിറ്റ് എന്ന് പറയാൻ കാരണം നമുക്ക് ഏത് എംപ്ലോയറിന് വേണ്ടിയിട്ടും ഏത് ലൊക്കേഷനിലും, അതായത് കാനഡയിൽ എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജോലി ഓഫർ ഇല്ലാതെ തന്നെ നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി നമുക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. എത്ര ഡ്യൂറേഷൻ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂഷ്വലി 1 ഇയറിൻ്റെ കോഴ്സ് എടുക്കുന്നവർക്ക് 1 ഇയർ സ്റ്റേ ബാക്ക്, 2 ഇയറിന് എടുക്കുന്നവർക്ക് 3 ഇയർ സ്റ്റേ ബാക്ക് ഒക്കെയാണ് നോർമലി കൊടുക്കുന്നത്. വേറെ സിനാരിയോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തായാലും അത് നമ്മുടെ പാസ്പോർട്ട് വാലിഡിറ്റിയേക്കാളും എന്തായാലും കുറവായിരിക്കും. അത് കാനഡയിലെ ഏത് വിസയും പെർമിറ്റും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ എല്ലാ DLIയിൽ പഠിച്ചാലും PGWP കിട്ടുമോ ചോദിച്ചാൽ ഇല്ല. അതിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ, അതായത് നമ്മളെ പ്രോഗ്രാം നമ്മുടെ കോളേജിൽ തന്നെ എലിജിബിൾ ആണോ എന്നുള്ളത് കറക്റ്റ് IRCC വെബ്സൈറ്റിൽ പോയിട്ട് നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പം ഇതൊന്നും ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്നിട്ടല്ല, എല്ലാ IRCC വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ IRCC വെബ്സൈറ്റ് സന്ദർശിക്കാം. പിന്നെ നമ്മൾ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ PGWPക്ക് അപ്ലൈ ചെയ്യുന്നവരെ നമ്മൾ വർക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ കോളേജിൽ നിന്ന് ക്ലാസ് കഴിഞ്ഞ് 3 ദിവസത്തിനുള്ളിൽ ഒരു അച്ചീവ്മെൻറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം പിള്ളേരൊക്കെ അത് വെച്ചിട്ട് PGWPക്ക് അപ്ലൈ ചെയ്യും. കാരണം പിന്നെ വർക്ക് ചെയ്യാൻ. എന്നിട്ട് ഫൈനൽ ട്രാൻസ്ക്രിപ്റ്റ് അത് എനിക്ക് തോന്നുന്നു 2-3 ആഴ്ച കഴിഞ്ഞിട്ടാണ്, 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. എന്നിട്ട് അത് വെബ് ഫോം വെച്ചിട്ട് അത് അപ്ഡേറ്റ് ചെയ്യുക ചെയ്തത്. അപ്പം ഈ PGWP അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് IRCC അക്കൗണ്ട് വേണം. ഞാൻ എൻ്റെ സ്റ്റഡി പെർമിറ്റ് നാട്ടിലായിരുന്നപ്പോൾ ഏജൻസിനെ കൊണ്ടാണ് ചെയ്യിച്ചത്. ഭയങ്കര ടെൻഷനായിരുന്നു, അപ്രൂവ് ആവോ ഇല്ല എന്നൊക്കെ. പക്ഷേ PGWP കേസിൽ അത്രയും ഒരു ടെൻഷനില്ല. അധികം ആൾക്കാർക്കും അപ്രൂവൽ കിട്ടാറുണ്ട്. വേറെ എന്തെങ്കിലും റെയർ കേസിൽ മാത്രമേ അത് PGWP റിജക്റ്റ് ആവാറുള്ളൂ. അപ്പം അത്ര വലിയ ടെൻഷനൊന്നും ഇല്ലാതെയാണ് സ്വന്തമായിട്ടാണ് ഞാനത് എന്താ പറയുക PGWPക്ക് അപ്ലൈ ചെയ്തത്. അപ്പം നമ്മുടെ കയ്യിൽ IRCC ക്രെഡൻഷ്യൽസ് ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് IRCC വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാം. IRCC ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കായിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻസിൻ്റെ താഴെയായിട്ട് ഈ ഒരു സെക്ഷൻ ഉണ്ട്, അപ്ലൈ ടു കം ടു കാനഡ. ഇതിലൂടെ തന്നെ ആയിരിക്കും നമ്മൾ സ്റ്റഡി പെർമിറ്റിനൊക്കെ അപ്ലൈ ചെയ്തത്. മറ്റുള്ള അധിക വിസകളും ഈ ഒരു ലിങ്കിൽ കൂടെ തന്നെയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതായത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്താൽ അവർ തന്നെ സജസ്റ്റ് ചെയ്യും നിങ്ങൾ ഏത് വിസയ്ക്കാണ് എലിജിബിൾ ആവുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് പേഴ്സണൽ റെഫറൻസ് കോഡൊന്നും നിലവിലില്ല. അതുകൊണ്ട് നമുക്ക് ഫ്രഷ് ആയിട്ടൊരു ആപ്ലിക്കേഷൻ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക വർക്ക് പെർമിറ്റിന് വേണ്ടിയിട്ട്. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യന് നമ്മൾ വർക്ക് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് PGWP എന്നുള്ള ഓപ്ഷൻ അതിനകത്താണ് വരുന്നത്. പിന്നെ നമ്മൾ മോർ ദാൻ 6 മന്ത്സ് ഇവിടെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പാസ്പോർട്ട് ഏതാണ് നമ്മുടെ പാസ്പോർട്ടിൽ, അപ്പം ഇന്ത്യയാണ് നമ്മുടെ പാസ്പോർട്ട്. പിന്നെ നമ്മുടെ കറണ്ട് കൺട്രി ഓഫ് റെസിഡൻസ് കാനഡ, നമ്മളിപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ കാനഡയിലാണല്ലോ ഉള്ളത്. പിന്നെ നമുക്കൊരു ഫാമിലി മെമ്പർ ഉണ്ടോ, കനേഡിയൻ സിറ്റിസൺ, എൻ്റെ കേസിലില്ല, നിങ്ങൾക്ക് ആരെങ്കിലും എഴുതാം. പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആപ്ലിക്കേഷൻ സേവ് ചെയ്തിട്ട് നമുക്ക് എക്സിറ്റ് ലോക്കൗട്ടൊക്കെ ചെയ്യാം. തിരിച്ച് വന്നിട്ട് നമുക്ക് വീണ്ടും നിർത്തിയെടുത്ത് തന്നെ വീണ്ടും തുടങ്ങാം. അല്ലാതെ ഒറ്റയടിക്ക് തന്നെ ഫുള്ളായിട്ട് സബ്മിറ്റ് ചെയ്യണം എന്നൊന്നുമില്ല. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ കൊടുത്ത് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മൾ പെർമനൻറ്റ് റെസിഡൻറ്റ് ഓഫ് US അങ്ങനെ എന്തോ ആണോ, നമ്മളല്ല, ഞാനല്ല. അപ്പോൾ നോ കൊടുക്കുക. പിന്നെ നമ്മുടെ കറണ്ട് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് സ്റ്റുഡൻ്റ് ആണ്. നമ്മൾ സ്റ്റുഡൻ്റ് ആയിരിക്കുമ്പോഴാണല്ലോ നമ്മൾ PGWPക്ക് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ക്യാമ്പസിൽ വർക്ക് ചെയ്യാനാണോ, അല്ല, ക്യാമ്പസിൽ വർക്ക് ചെയ്യാനുള്ള നമ്മുടെ ഉദ്ദേശം. പിന്നെ പർട്ടിക്കുലർ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷനിൽ ഓഫ് ക്യാമ്പസ് വർക്ക് ചെയ്യുക, അതൊന്നുമല്ല നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. നമുക്കല്ലാത്ത വർക്ക് പെർമിറ്റാണ്. അപ്പം ഇത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യും. നമ്മൾ റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് ഫ്രം കനേഡിയൻ പോസ്റ്റ് സെക്കൻഡറി ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ, ഫുൾ ടൈം ആണോ, മിനിമം 8 മന്ത്സ് ഉണ്ടോ, യെസ്, അത് നമുക്ക് യെസ് ആണ്. പിന്നെ കോപ്പിൻ്റെ പാർട്ടാണോ എന്നുള്ള ക്വസ്റ്റ്യന് നോ. അപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് പോവാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ നമ്മളെന്താ PR-ന് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഇല്ല, വന്നിട്ടില്ല. പിന്നെ നമ്മൾ പെർമനൻറ്റ് റെസിഡൻറ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടോ, അതിനുള്ള സമയമായില്ല, അപ്പോൾ കൊടുത്തിട്ടില്ല. പിന്നെ റിട്ടേൺ ജോബ് ഓഫർ സാധാരണ ഉണ്ടാവാറില്ല, അത് ഉണ്ടെങ്കിലും ഇല്ല എന്നൊക്കെയാണ് പലരും കൊടുക്കാറുള്ളത്. ഞാൻ പല യൂട്യൂബിലും കണ്ടത് നോ തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത്. പിന്നെ ഒഫീഷ്യൽ ലെറ്റർ ഫ്രം സ്കൂൾ, യെസ്, ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമുക്ക് യെസ് കൊടുക്കണം. അതായത് നമ്മുടെ ഫൈനൽ ട്രാൻസ്ക്രിപ്റ്റും നമ്മുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ അവസാനം പറയാം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഞാൻ വെച്ചെന്ന് പറയാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മളുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് ആണ്. അപ്പം ഞാൻ മാരീഡ് ആണ്, അതുകൊണ്ട് ഞാൻ മാരീഡ് എന്ന് ചൂസ് ചെയ്തു. നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ സിംഗിൾ എന്നുള്ള ഓപ്ഷൻ അതിനകത്തുണ്ട്. ഡ്രോപ്പ് ഡൗൺ നമുക്ക് സ്ക്രീൻ ഷെയറിൽ കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ ഏത് പ്രൊവിൻസിലാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ കറൻ്റ്ലി ഒണ്ടാരിയോയിലാണ്, അപ്പം ഞാൻ ഒണ്ടാരിയോ തന്നെ പ്രിഫർ ചെയ്യുന്നത്. ഇനി നിങ്ങൾ പ്രൊവിൻസ് മൂവ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കാം.
അപ്പം നമുക്ക് 2 ഓപ്ഷൻസ് വന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ആണ്. അപ്പം അതിനകത്ത് കുറച്ച് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വായിച്ചു നോക്കുക. പിന്നെ നമുക്ക് ഒഫീഷ്യൽ ലെറ്റർ ഉണ്ടോ എന്ന് വീണ്ടും ചോദിക്കുന്നു. അപ്പം ഫൈനൽ ട്രാൻസ്ക്രിപ്റ്റ് ഉണ്ടോ എന്ന് യെസ്. അപ്പം ഇവിടെ മുതൽ അവർ നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം ക്യാപ്ചർ ചെയ്ത് തുടങ്ങുകയാണ്. പിന്നെ മെഡിക്കൽ എക്സാം ലാസ്റ്റ് 12 മന്ത്സിൽ എടുത്തിട്ടില്ല, അതിന് മുമ്പ് എടുത്താണ് പണ്ട് സ്റ്റഡി പെർമിറ്റിന് വേണ്ടി. പക്ഷേ അത് എക്സ്പയർ ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പ്രൊഫഷൻസിലൊക്കെ വിടുന്നതാണോ നമ്മളെന്നുള്ളത് ക്വസ്റ്റ്യനാണ്. അപ്പം ഞാൻ ഈ കാറ്റഗറീസിലൊന്നും പെടുന്നതല്ല. അപ്പം അതിന് നോ കൊടുത്തു. പിന്നെ ഈ പറയുന്ന ഫോളോയിങ് ജോബ്സിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ കാനഡയിൽ, അതിനും എന്നെ സംബന്ധിച്ച് നോ ആണ്. അപ്പോൾ ഞാൻ നോ കൊടുത്തു. പിന്നെ നമുക്ക് ഫാമിലി മെമ്പറിനെ കൊടുക്കണം. അപ്പം എൻ്റെ കേസിൽ എൻ്റെ സ്പൗസ് ഉണ്ട്. സോ ഞാൻ യെസ് ആണ് കൊടുത്തത്. നിങ്ങൾ ഒറ്റയ്ക്കാണ് അപ്ലൈ ചെയ്യുമെങ്കിൽ, സ്റ്റുഡൻറ്റ് മാത്രമാണെങ്കിൽ നോ കൊടുക്കാം. അപ്പം നമ്മൾ ഫാമിലി മെമ്പർ ഉണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻഫർമേഷനാണ് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യാൻ പോകുന്നത്. അപ്പം നെക്സ്റ്റ് കൊടുക്കുമ്പം ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ ഈ ഭാഗം ലീവ് ചെയ്യുക, കാണണ്ട. അപ്പം ഫാമിലി മെമ്പറിൻ്റെ ഇൻഫർമേഷനാണ്. അപ്പം ഫാമിലി മെമ്പർ കറൻ്റ്ലി കാനഡയിലാണ്, ഓപ്പൺ വർക്ക് പെർമിറ്റിൽ വന്നതാണ്. അപ്പം നമ്മളത് എക്സ്റ്റെൻഡ് ആണ് ചെയ്യുന്നത്. പിന്നെ പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ടാണ് ഫാമിലി മെമ്പറിൻ്റെതും. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോ അപ്പറൻ്റ്ലി നോട്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഫാമിലി മെമ്പറിൻ്റെ ഒബ്വിയസ് ആണ്, പക്ഷേ അത് നമ്മൾ വീണ്ടും ഫില്ല് ചെയ്യണം. പിന്നെ ഫാമിലി മെമ്പറിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ ഫില്ല് ചെയ്യണം. അപ്പം ഒറ്റയ്ക്ക് വെക്കുന്ന ഒരു ആപ്ലിക്കേഷന് ഈ ഒരു ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഏത് ഭാഗത്തുനിന്ന് തുടങ്ങുന്നതെന്ന് ഞാൻ പറയാം. അപ്പം ഞാൻ എൻ്റെ ഫാമിലി മെമ്പറിൻ്റെ ആപ്ലിക്കേഷൻ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഞാനാണ് പുള്ളിയുടെ റെപ്രസെൻറ്റേറ്റീവ്. അപ്പം പുള്ളിയും സെയിം പ്രൊവിൻസ് തന്നെയാണ്. പിന്നെ എന്താ ഫാമിലി മെമ്പറിൻ്റെ ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ഓപ്പൺ വർക്ക് പെർമിറ്റിലാണ് വന്നത്. അപ്പോൾ കറണ്ട് വർക്ക് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കറണ്ട് വിസ സ്റ്റാറ്റസ് വർക്കറാണ്. പിന്നെ ഫാമിലി മെമ്പർ വീണ്ടും വർക്ക് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അതായത് ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ റീസ്റ്റോർ സ്റ്റാറ്റസ് അല്ല. റീസ്റ്റോർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമ്മൾ സ്റ്റാറ്റസ് നഷ്ടപ്പെട്ടിട്ട് റീസ്റ്റോർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് കൊടുക്കുന്നു. പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ല, നടത്തിയിട്ടില്ല, അതായത് 12 മന്ത്സിനുള്ളിൽ നടത്തിയിട്ടില്ല. പിന്നെ വീണ്ടും എനിക്ക് നേരത്തെ ചോദിച്ച അതേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിന് നോ. മെഡിക്കൽ ഹെൽത്ത് അങ്ങനത്തെ ഇതിലല്ല വർക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനും നോ. പിന്നെ പാസ്റ്റ് 10 ഇയേഴ്സിൽ ബയോമെട്രിക് എടുത്തിട്ടുണ്ട്. ഇവിടെ വരാൻ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഇപ്പോഴും വാലിഡാണ്. പിന്നെ ഫാമിലി മെമ്പറിൻ്റെ ഫീയും നമ്മൾ തന്നെയാണോ പേ ചെയ്യുന്നതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് നമ്മൾ യെസ് കൊടുക്കുന്നു. പിന്നെ വേറെ ഫാമിലി മെമ്പറിനെ ആഡ് ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്ക് വേറെ ആരെയും ആഡ് ചെയ്യാനില്ലായിരുന്നു. ഇനിയിപ്പം കിഡ്സിനൊക്കെ ആരെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ യെസ് കൊടുത്തിട്ട് അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നിങ്ങൾ വേറെ കൺസൾട്ടൻറ്റിനെ അങ്ങനെ വെക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പം നോ, ഞാൻ തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഞാൻ തന്നെയാണ് സബ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ ഇനി എൻ്റെ കാര്യം, അതായത് ഞാൻ ബയോമെട്രിക് എടുത്തിട്ടുണ്ടോ? യെസ്, ഞാൻ ബയോമെട്രിക് എടുത്തിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ഫീ നമ്മൾ കൊടുക്കുമോ അതോ നമ്മൾ വല്ല എക്സംപ്റ്റ് കേസാണോ എന്നുള്ളതാണ്. അപ്പം എൻ്റെ കേസിൽ എക്സംഷൻ ഒന്നുമില്ല, ഫീ അടച്ചേ പറ്റുള്ളൂ. പിന്നെ ആർ യു മേക്ക് ഡിജിറ്റൽ കോപ്പി ഓഫ് ഡോക്യുമെൻറ്റ്സ്? യെസ്, എനിക്ക് ഫോട്ടോ എടുത്ത് സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ ആപ്ലിക്കേഷൻ ഫീ ഓൺലൈൻ ആയിട്ടാണോ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്യുന്നത്? അതെ, യെസ്, ക്രെഡിറ്റ് ഓർ ഡെബിറ്റ് രണ്ടും ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ അതിന് നമ്മൾ നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ റിവ്യൂ ചെയ്യാൻ പറ്റും. അത് നല്ല തറവായിട്ട് വായിച്ച് നോക്കിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഈ കണ്ടിന്യൂ ചെയ്ത് കുറേ സ്റ്റെപ്പും കാര്യങ്ങളും അപ്ലോഡിങ് ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ സ്റ്റെപ്പാണ് നമ്മൾക്ക് ഇനി വരാനുള്ളതെന്നൊക്കെ അവർ പറയും. അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻസിൻ്റെ പേജ്. അത് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള സംഭവങ്ങളുള്ള പേജാണത്. അപ്പം ഇതിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട്, കുറച്ച് ഫോംസ് നമ്മൾ ഡൗൺലോഡ് ചെയ്യാനുണ്ട്, കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യാനുണ്ട്. ഫീയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. അപ്പം ഇതിൽ ഫസ്റ്റ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ടു ചേഞ്ച് കണ്ടീഷൻ എക്സ്റ്റെൻഡ് മൈ സ്റ്റേ റിമെയിൻ ഇൻ കാനഡ. അപ്പം അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടാണ്. അപ്പം ആദ്യമായി ഇങ്ങനെയാണ് കാണുന്നതിൽ കുഴപ്പമില്ല, അത് നേരെ പോയി ഡൗൺലോഡ് ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ സിസ്റ്റത്തിൽ വെച്ച് അഡോബ് റീഡർ വെച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ഫോം കാണാൻ പറ്റും. എനിക്ക് അധികം ഫോം IRCCയിലുള്ള അധികം ഫോമും എനിക്ക് ഇങ്ങനെ തന്നെയാണ് വരുന്നത്. വളരെ കുറച്ച് ഫോമേ അതിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റായിട്ടുള്ള ഫോമായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ ഇതിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ കുറേ ട്രബിൾ ഷൂട്ടിംഗ് സ്റ്റെപ്സ് അവരുടെ സൈറ്റിൽ തന്നെ ഉണ്ട്. പിന്നെ ലേറ്റസ്റ്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ളത് റീസെൻറ്റ് എഡ്യൂക്കേഷൻ ട്രാൻസ്ക്രിപ്റ്റ്, ഫൈനൽ ട്രാൻസ്ക്രിപ്റ്റ് അപ്ഡേറ്റ് ചെയ്യണം. പിന്നെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ്, നമ്മുടെ പാസ്പോർട്ട്, അതിനകത്ത് വിസ സ്റ്റാമ്പ് ചെയ്ത പേജ്, ഫസ്റ്റ് പേജ്, ലാസ്റ്റ് പേജ്, നമ്മുടെ ഫോട്ടോ, അഡ്രസ്സ്, എല്ലാ കാര്യങ്ങളും ഉള്ളത് കവർ ചെയ്യണം. ഏതൊക്കെ സ്റ്റാമ്പ് ഉണ്ടെങ്കിൽ എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ. അപ്പം ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഇവിടെ തന്നെയുണ്ട്. അതുകൂടാതെ വേറെ സ്ഥലത്തുണ്ട്, അത് ഞാൻ കാണിക്കാം.
പിന്നെ യൂസ് ഓഫ് ഫാമിലി മെമ്പർ റെപ്രസെൻറ്റേറ്റീവ്, അതായത് ഞാൻ എൻ്റെ സ്പൗസിന് വേണ്ടിയിട്ട് ഞാൻ റെപ്രസെൻറ്റേറ്റീവായിട്ട് അപ്പിയർ ചെയ്യുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് ഈ ഫോം നമ്മൾ ഫിൽ ഔട്ട് ചെയ്യണം. ഇത് പ്രിൻ്റ് ഔട്ട് ചെയ്തിട്ട് നമ്മൾ പെന്ന് കൊണ്ട് എഴുതിയിട്ട് ഒപ്പിട്ടിട്ട് സ്കാൻ ചെയ്യണം. അപ്പം ഇവിടെ എൻ്റെ ഫുൾ നെയിം, അതായത് എൻ്റെ സർനെയിം ആദ്യം, ലാസ്റ്റ് നെയിം ആദ്യം, പിന്നെ ഫസ്റ്റ് നെയിം, പിന്നെ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, അതേപോലെ ഏതൊക്കെ ഫാമിലി മെമ്പേഴ്സിനാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ്. ഇപ്പോൾ എൻ്റെ കേസിൽ സ്പൗസ് മാത്രമല്ല, ഇപ്പോൾ 1 ഞാൻ എൻ്റെ സ്പൗസിൻ്റെ ഫുൾ നെയിം പാസ്പോർട്ടിലുള്ള പോലെ എഴുതാം, എൻ്റെ റിലേഷൻഷിപ്പ്, പിന്നെ ഞാനായിട്ടുള്ള റിലേഷൻഷിപ്പ്, പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ വേറെ ആരെങ്കിലും അങ്ങനെയൊക്കെ എഴുതാം. പിന്നെ ഈ ടേബിളിനകത്ത് ഫസ്റ്റിൽ കറസ്പോണ്ടിങ് ആളുടെ സൈൻ, അപ്പം സ്പൗസിനെ കൊണ്ട് സൈൻ ചെയ്യിച്ചു, സൈൻ ചെയ്ത ഡേറ്റും എഴുതി, പിന്നെ താഴെ ഞാൻ സൈൻ ചെയ്തു ഡേറ്റും വെച്ചിട്ട് ഈ പെന്നുകൊണ്ട് ഫില്ല് ചെയ്ത് എല്ലാം സൈൻ ചെയ്തിട്ട് ഞാനത് സ്കാൻ ചെയ്ത് തിരിച്ച് കയറ്റിയിട്ട് എനിക്ക് ആ ഒരു ഡെസിഗ്നേഷൻ സ്ഥലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുക ചെയ്തത്. പിന്നെ നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, പിന്നെ നമ്മുടെ ഫോട്ടോ. പിന്നെ ഇത് ചെയ്തില്ല. ഈ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ ഓഫ് ടെമ്പററി റെസിഡൻറ്റ് മെയ്ഡ് ഔട്ട്സൈഡ് കാനഡ, ഇത് വേണ്ടി വന്നില്ല. ക്ലയൻറ്റ് ഇൻഫർമേഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്തൊക്കെയാണ് ഞാൻ വെച്ചതെന്നുള്ളത് ഞാൻ ഇതിന് അവസാനം പറയാം. ജസ്റ്റ് ഈ ഫോമിൽ കൂടെ ഞാൻ ആദ്യം നിങ്ങൾ ഗൈഡ് ചെയ്തിട്ട് പിന്നെ അവസാനം പറയാം. പിന്നെ ഫാമിലി മെമ്പറിനും ഇതേ സംഭവം തന്നെയാണ്. അപ്പോൾ ഫാമിലി മെമ്പറിൻ്റെ സെയിം ഫോം തന്നെയാണ് ഇതും. നേരത്തെ അതേ ഫോം പോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ കേസിൽ എല്ലാ റിക്വയർമെൻറ്റ് ഫീൽഡ്സും സെയിം തന്നെയാണ്. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഫാമിലി മെമ്പറിൻ്റെ പാസ്പോർട്ട് വേണം. പിന്നെ ഈ ഫോം ആവശ്യം വന്നില്ല. പിന്നെ ക്ലയൻറ്റ് ഇൻഫർമേഷൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് എന്താണെന്ന് ഞാൻ പറയാം. പിന്നെ നമുക്കിവിടെ ഫീസ് ഇൻഫർമേഷൻ കാണാം. അപ്പം ഇതാണ് ഞാൻ പ്രൈമറി ആപ്ലിക്കൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻ്റ് ആയിട്ടുള്ള ഞാൻ ആദ്യം ഡൗൺലോഡ് ചെയ്ത ഫോം. അപ്പോൾ ഇത് നമ്മൾ സിസ്റ്റത്തിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ എഡിറ്റബിൾ ആയിട്ടുള്ളൊരു PDF ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിനകത്ത് UCI നമ്പർ നമ്മുടെ സ്റ്റഡി പെർമിറ്റിലോ അല്ലെങ്കിൽ ARCC അക്കൗണ്ടിലോ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഏത് ലാംഗ്വേജിലാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്, ഇംഗ്ലീഷിൽ. അപ്പം എന്താണ് നമ്മുടെ ഉദ്ദേശം, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ടാണ് വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ ചെക്ക് ബോക്സ് ഇടുക. പിന്നെ നമ്മുടെ ഫുൾ നെയിം, അതായത് ഫസ്റ്റ് സർനെയിമാണ് ഇടുന്നത്. ഗിവൺ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് നെയിമാണ്. പിന്നെ ഹാവ് യു എവർ യൂസ്ഡ് എ നിക് നെയിം, അപ്പം നമ്മൾ ഞാൻ നിക് നെയിം ഒന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അപ്പം അത് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ ജെൻഡർ, പിന്നെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് അത് പാസ്പോർട്ടിലുള്ള പോലെ തന്നെ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പ്ലേസ് ഓഫ് ബർത്ത്, അതിൻ്റെ പ്ലേസും കൺട്രിയും പാസ്പോർട്ടിലുള്ള പോലെ അപ്ഡേറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ സിറ്റിസൺഷിപ്പ് ഇന്ത്യയാണ്, എൻ്റെ കേസിൽ ഇന്ത്യയാണ്, സോ അത് അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ ഇപ്പോഴത്തെ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് കാനഡയാണ്. കാനഡയിൽ കറണ്ട് നമ്മളുടെ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്. അപ്പം അതിൻ്റെ വാലിഡിറ്റി നമ്മുടെ സ്റ്റഡി പെർമിറ്റിലുണ്ട്, അത് അതേപോലെ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നെ അടുത്ത ചോദ്യം, നമ്മൾ ഈ കഴിഞ്ഞ സമയത്ത് എവിടെയെങ്കിലുമൊക്കെ നിന്നിട്ടുണ്ടോ എന്നാണ്. ഞാനങ്ങനെ പ്രത്യേക ടെറിട്ടറിയിലൊന്നും പോയി നിന്നിട്ടൊന്നുമില്ല. പിന്നെ അടുത്ത് നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, അപ്പം എൻ്റെ കേസിൽ മാരീഡ് ആണ്, അപ്പം നമ്മൾ അതിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ അതിൻ്റെ ഓപ്ഷനും അതിനകത്ത് ഉണ്ടാവും. പിന്നെ മാരീഡ് ആണെങ്കിൽ നമ്മുടെ ഹസ്ബൻഡിൻ്റെ സർനെയിമും ഫസ്റ്റ് നെയിമാണ് അതിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ ചെറിയൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് നമ്മുടെ പാർട്ട്ണർ പെർമനന്റ് റെസിഡൻറ്റോ സിറ്റിസണോ ആണോ എന്നുള്ളതാണ്. അപ്പോൾ അതിന് കൊടുത്തു. പിന്നെ നമ്മൾ പ്രീവിയസ്ലി മാരീഡോ അല്ലെങ്കിൽ കോമൺ ലോ റിലേഷൻഷിപ്പിലോ ഉണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. പിന്നെ നമ്മുടെ മദർ ടങ്ക് മലയാളമുണ്ട്, എനിക്ക് കണ്ടപ്പോൾ സന്തോഷമായി. ഞാൻ പണ്ടത്തെ ഫോമൊന്നും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇംഗ്ലീഷ് ആണ് നമ്മുടെ പ്രൈമറി കമ്മ്യൂണിക്കേഷൻ. പിന്നെ എൻ്റെ IELTS റീസെൻ്റ് അല്ലാത്തതുകൊണ്ട് നോ കൊടുത്തു. പലരും നോ കൊടുക്കുന്നുണ്ട്, ചിലർ യെസ് ഒക്കെ കൊടുക്കാറുണ്ട്, ഞാൻ നോ കൊടുക്കും. പിന്നെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഫില്ല് ചെയ്യണം. കൺട്രി ഓഫ് ഇഷ്യൂ ഇന്ത്യ, പിന്നെ അതിൻ്റെ ഇഷ്യൂ ഡേറ്റും എക്സ്പയറി ഡേറ്റും നമ്മൾ കൊടുക്കണം. അത് കൊടുത്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് താഴെയുള്ളത് ഡിസേബിളോ, അത് ഓൾറെഡി ഡിസേബിൾഡ് ആണ് നമ്മുടെ കൺട്രി കൊടുത്തു കഴിഞ്ഞാൽ ഡിസേബിൾഡ് ആണെന്ന് തോന്നും. പിന്നെ നാഷണൽ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ്സ് ഡീറ്റെയിൽസൊന്നും ഞാൻ കൊടുത്തിട്ടില്ല, നോ ആണ് കൊടുത്തത്. പിന്നെ US-ൻ്റെ കാർഡുണ്ടോ, മറ്റേ ഗ്രീൻ കാർഡ്, അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നും, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ലാത്തതുകൊണ്ട് നോ കൊടുത്തു. പിന്നെ നമ്മളുടെ കോൺടാക്റ്റ് ഇൻഫർമേഷനാണ് കറക്റ്റായിട്ട് കൊടുക്കുക, കാരണം ഇമെയിൽ കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ മെയിൽ കമ്മ്യൂണിക്കേഷനോ അതിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അഡ്രസ്സ് കറക്റ്റായിട്ട് കൊടുക്കുക, പ്രൊവിൻസും. പിന്നെ ഫോൺ നമ്പർ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. സെല്ലുലാർ ടൈപ്പ്, ഏത് ടൈപ്പാണെന്നുള്ളതും നമ്പറും കറക്റ്റ് ഏരിയ കോഡൊക്കെ വെച്ച് കൊടുക്കുക. പിന്നെ ഫാക്സ് അങ്ങനത്തെ സംഭവങ്ങളും നമ്മൾ യൂസ് ചെയ്യാറില്ല, അപ്പോൾ അതൊന്നും കൊടുത്തിട്ടില്ല. ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടായിരുന്നു.
പിന്നെ അടുത്ത സെക്ഷൻ നമ്മളുടെ ആദ്യത്തെ കാനഡയിലേക്കുള്ള എൻട്രി എപ്പോഴായിരുന്നു, എവിടെ വെച്ചായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കാനഡ വിസ സ്റ്റാമ്പിനകത്ത്, നമ്മുടെ സ്റ്റഡി വിസ സ്റ്റാമ്പിനകത്ത് അതിൽ ഡേറ്റും ഉണ്ടാവും. പ്ലേസ് എൻ്റെ കേസിൽ ടൊറൻറ്റോയിലാണ് ഞാൻ ലാൻഡ് ചെയ്തത്, അപ്പോൾ ടൊറൻറ്റോ കൊടുത്തു. പിന്നെ ഞാൻ സ്റ്റഡിയാണ്, ഒറിജിനൽ പർപ്പസ് ആയിട്ട് വന്നത് സ്റ്റഡി ആയിട്ടാണ്, അപ്പോൾ അത് കൊടുക്കുക. പിന്നെ എൻ്റെ റീസെൻറ്റ് എൻട്രി, അതായത് നമ്മൾ കാനഡ വിട്ട് എവിടെയും പോയിട്ട് തിരിച്ച് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പം ഞാനിവിടെ മെക്സിക്കോയിലൊന്ന് പോയി വന്നായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് മെക്സിക്കോയിലാണ് പോയതെന്ന് കൊടുത്തില്ല. റീസെൻറ്റ് എപ്പോഴാണോ ഞാൻ വന്നത്, എവിടെയാണോ ലാൻഡ് ചെയ്തത്, ആ ഇൻഫർമേഷനാണ് കൊടുത്തത്. പിന്നെ ഡോക്യുമെൻറ്റ് നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റഡി പെർമിറ്റിൻ്റെ മേലെ ഒരു ചുവപ്പ് നമ്പർ ഉണ്ട്, അതല്ല, അതിന് തൊട്ട് താഴെ ഒരു ലെറ്ററും പിന്നെ കൂടെ ഒരു 9 അക്കമുള്ള ഒരു നമ്പർ ഉണ്ട് ബ്ലാക്കിൽ, അതാണ് നമ്മുടെ ഡോക്യുമെൻറ്റ് നമ്പർ. അതിവിടെ ഫില്ല് ചെയ്യണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡീറ്റെയിൽസ് ഓഫ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ടൈപ്പാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മളെ കേസിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ്, അതായത് പ്രൈമറി ആപ്ലിക്കൻ്റ് ഞാനാണ്. അപ്പം എൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് ആണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് നമുക്ക് ഓഫറൊന്നും വേണ്ട ആവശ്യമില്ല. അപ്പം ഈ സെക്ഷനൊക്കെ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഇടാം. നിങ്ങൾക്ക് കൺഫേം ചെയ്യണമെങ്കിൽ ഞാൻ ഒരു സെക്ഷൻ കാണിച്ചു തരാം. അപ്പം ഇതൊന്നും എനിക്ക് ഫില്ല് ചെയ്യേണ്ടി വന്നില്ല, ഈ സെക്ഷൻ ഒന്നും എനിക്ക് ഫില്ല് ചെയ്യേണ്ടി വന്നില്ല. ആ ഒരു ക്വസ്റ്റ്യന് മാത്രമേ ഞാൻ ആൻസർ എടുത്തുള്ളൂ, അതായത് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമിൻ്റെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. പിന്നെ അടുത്തത് നമ്മുടെ എഡ്യൂക്കേഷൻ, ഞാൻ ഇവിടെ നിന്ന് സ്റ്റഡി കംപ്ലീറ്റ് ചെയ്ത ആളാണ്. അപ്പം എൻ്റെ കോളേജ്, സ്റ്റാർട്ട് ഡേറ്റ്, ഫ്രം ഡേറ്റ്, പിന്നെ ഞാനിവിടെ പാർട്ട് ടൈം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു, അതുപോലെ കോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് 3 എക്സ്പീരിയൻസ്, എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്തു. ഞാൻ അധികം പ്രൂഫൊന്നും വെച്ചില്ല, ഞാൻ വെച്ചത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. പക്ഷേ ഞാൻ എവിടേക്കാണ് ജോലി ചെയ്തെന്നുള്ള ഇൻഫർമേഷനും അതിൻ്റെ കംപ്ലീറ്റ് ലൊക്കേഷനും ഡേറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസിന് അധിക എണ്ണത്തിനും നോ തന്നെയാണ് കൊടുത്തത്. കുറേ നമുക്ക് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, പിന്നെ നമ്മുടെ വിസ റിജക്റ്റ് ആയിട്ടുണ്ടോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഇത്. പിന്നെ ഇത് നമ്മൾ മുമ്പ് എൻട്രിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ള ക്വസ്റ്റ്യന് ഞാൻ നോ ആണ് കൊടുത്തത്. ചിലർ യെസ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, അതായത് സ്റ്റഡി പെർമിറ്റിന് വേണ്ടിയിട്ട് യെസ് കൊടുത്തവരുണ്ട്. പക്ഷേ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ ഞാൻ നോ ആണ് കൊടുത്തത്. അതിനെക്കൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല, എൻ്റെ ആപ്ലിക്കേഷൻ അപ്രൂവ് ആയി. അതിനുശേഷം ഈ ക്വസ്റ്റ്യൻ നോ, ഇങ്ങനെ നോ 2 നോ കൊടുത്തു. എല്ലാം വായിച്ചു നോക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനിങ്ങനെ വായി തോന്നിയൊന്നും പറയല്ല, എന്നാലും എല്ലാം നിങ്ങൾ തന്നെ വായിച്ചു നോക്കി അതിന് കറക്റ്റായിട്ടുള്ള ആൻസർ കൊടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇത് നമ്മൾ കോൺടാക്ട് ചെയ്യാൻ നമ്മളെ കോൺടാക്ട് ചെയ്തോട്ടെ എന്നുള്ള ചോദ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ യെസ് കൊടുക്കുക. പിന്നെ ഈ ഫോം നമ്മൾ ടൈപ്പ് ചെയ്താൽ മതി, നമ്മുടെ പേര് ടൈപ്പ് ചെയ്താൽ മതി. അതേപോലെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഡേറ്റ് ഇട്ടാൽ മതി. ആ ഡേറ്റ് ഇട്ട് കഴിഞ്ഞാൽ താഴെ അല്ലെങ്കിൽ മേലെയോ വാലിഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഒരു ബാർകോഡുള്ളൊരു പേജ് വരും. കുറേ ബാർകോഡുള്ളൊരു പേജ് ജനറേറ്റ് ആവും. അപ്പം ഇനി അഥവാ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറർ ഇവിടെ പോപ്പുലേറ്റ് ചെയ്ത് കാണിക്കും നമ്മൾ വാലിഡേഷൻ കൊടുക്കുമ്പം. എന്നിട്ട് നമ്മളിത് ഈ ഫോം സേവ് ചെയ്യണം. അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഫോം സേവ് ചെയ്യണം. സേവ് ചെയ്തില്ലെങ്കിൽ എല്ലാം പോകും. അപ്പം അടുത്തെന്ന് പറഞ്ഞാൽ ഫാമിലി മെമ്പറിലാണ്. ഒറ്റയ്ക്ക് വെക്കുന്നവർക്ക് ഈ ഫോമും വേണ്ട, പിന്നെ റെപ്രസെൻറ്റേറ്റീവ് ഫോമും വേണ്ട. അപ്പം സെയിം ആണ്. ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ പുള്ളി ഓൾറെഡി വർക്ക് ചെയ്യുന്ന അതായതുകൊണ്ട് ആ സെയിം എംപ്ലോയറിന് വേണ്ടിയിട്ടാണ്. UCI ഒക്കെ നമ്മുടെ അക്കൗണ്ടിലും കാര്യങ്ങളിലൊക്കെ ഉണ്ട്. ആകെ ഡിഫറൻസ് വരുന്ന കേസ് എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് ഓഫ്, ഇപ്പോൾ ആദ്യം കാണിച്ച ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, എന്ത് ടൈപ്പ് ഓഫ്, അതായത് സെയിം എംപ്ലോയർ ആണോ ന്യൂ എംപ്ലോയർ ആണോ, ആ ഒരു ക്വസ്റ്റ്യനും പിന്നെ ഇവിടെ കറണ്ട് എംപ്ലോയർ ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്തു. പിന്നെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സിമിലർ ആണ്. നേരത്തെ നമ്മൾ PGWP എന്ന് പറഞ്ഞ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തതിന് പകരമായിട്ട് ഇവിടെ മറ്റേ ഓപ്പൺ വർക്ക് പെർമിറ്റാണ് വരുന്നത്. പിന്നെ അതുപോലെ ലേറ്റസ്റ്റ് എൻട്രിയും കാര്യങ്ങളും ഒക്കെ സിമിലർ ആണ്. ഡോക്യുമെൻറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ സ്പൗസിൻ്റെ, അതായത് ഡോക്യുമെൻറ്റ് നമ്പർ വർക്ക് പെർമിറ്റിൽ കാണും, ഓപ്പൺ വർക്ക് പെർമിറ്റിൽ കാണും. പിന്നെ ഇവിടെ ഡ്യൂറേഷൻ കൊടുത്തത് നമ്മുടെ കറണ്ട് വർക്ക് പെർമിറ്റിൻ്റെ എൻഡ് ഡേറ്റ് ആയിരുന്നു ഡ്യൂറേഷൻ അതിൽ കൊടുത്തത്. കാരണം അതിന് ശേഷം നമുക്ക് വർക്ക് ചെയ്യാൻ പാടില്ലല്ലോ നിയമപരമായിട്ട്. ബാക്കിയൊക്കെ സിമിലർ ആണ്. പിന്നെ എഡ്യൂക്കേഷൻ്റെത് ഇന്ത്യയിലെ ലേറ്റസ്റ്റ് എഡ്യൂക്കേഷൻ ഏതായിരുന്നു അതാണ് കൊടുത്തത്. പിന്നെ ഇവിടെ വർക്ക് ചെയ്തതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ അത് ഇന്ത്യയിലെ ലാസ്റ്റ് വർക്ക് ചെയ്തതും കൂടെ ആവശ്യമൊന്നുണ്ടായിരുന്നു. അപ്പം അതും ഇതിനകത്ത് വർക്ക് എംപ്ലോയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തു. മറ്റേ ബാക്കിയെല്ലാം ചെയ്തത് അതുപോലൊക്കെ തന്നെയാണ്. നോ 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 എല്ലാത്തിനും നോ കൊടുത്തിട്ട് ഇതിന് നോ കൊടുക്കരുത്, അതിന് യെസ് കൊടുക്കണം. പിന്നെ പുള്ളിയുടെ പേര് ഇവിടെ ടൈപ്പ് ചെയ്ത് ഇത് ഫില്ല് ചെയ്യുന്ന ദിവസം, ഡേറ്റ്, പിന്നെ വാലിഡേറ്റ് ചെയ്യും. വാലിഡേറ്റ് ചെയ്താൽ നമ്മൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ അത് എറർ കാണിക്കും. എന്നിട്ട് നമ്മൾ സേവ് ആസ് ഈ ഫോം ഒരു ഫോൾഡറിനകത്തേക്ക് സേവ് ചെയ്തിടാം. അപ്പോൾ നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ വീണ്ടും പറയുന്നു, നമ്മൾ ചെയ്തതൊക്കെ സേവ് ആസ് കൊടുത്തിട്ട് നമ്മൾ നോ കൊടുത്തു കഴിഞ്ഞാൽ ചെയ്തതെല്ലാം പോവും.
പിന്നെ നമ്മളിത് ഫില്ല് ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ് സെപ്പറേറ്റ് ആയിട്ട് IRCC ഒരു പേജ് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ പേജ് വന്ന് സെർച്ച് ചെയ്തിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യനും ഉള്ളതിൻ്റെ ആൻസർ ഉണ്ടാവും. അതുകൂടാതെ തന്നെ എല്ലാ ഒരു ലൈനിൻ്റെ അവിടെയും ഒരു ക്വസ്റ്റ്യൻ മാർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻ മാർക്കിൽ ക്ലിക്ക് ചെയ്താലും കൂടുതൽ ഇൻഫർമേഷൻ നമുക്ക് കാണാൻ പറ്റും. അപ്പം കുറേ ഇൻഫർമേഷൻ, കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ എനിക്ക് വന്നപ്പോൾ ഞാൻ ഇതാണ് റെഫർ ചെയ്തത്. അപ്പം ഇതിനകത്ത് ഇപ്പം അഡ്രസ്സിൻ്റെ കേസിൽ അബ്രിവേഷൻ ഒന്നും എഴുതാൻ പാടില്ല എന്ന് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പം നമ്മുടെ ഇപ്പോൾ വീട് ഏതെങ്കിലും ഇവിടെ ഇപ്പം ജംഗ്ഷനൊക്കെ വിലോഡ് എന്ന് പറയും. അപ്പം അതൊന്നും BLVD എന്നൊക്കെ എഴുതാറുണ്ട്. അങ്ങനെയൊന്നും എഴുതരുത്, അതായത് ഷോർട്ട് ചെയ്ത് എഴുതരുത് എന്നുള്ളത് ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് അഡ്രസ്സൊക്കെ എഴുതണമെന്ന് ഞാൻ ഇതിലാണ് കണ്ടത്. പിന്നെ നമുക്ക് PGWP ഉള്ളവർക്ക് ചില ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണ്ട എന്നുള്ളത് ഇൻഫർമേഷനും എനിക്ക് ഇവിടുന്ന് കിട്ടി. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഒരു പേജ് റെഫർ ചെയ്താൽ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ ഡൗട്ട് ഉണ്ടെങ്കിലും ഇവിടെ ഒന്ന് നോക്കിയാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഗൈഡ് ലൈൻസും കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡൗട്ട്സ് ഒന്നും വരാൻ ഇതിൽ ചാൻസേ ഇല്ല. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ ഇവരുടെ FAQ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചാറ്റിംഗ് സിസ്റ്റം ഇടയ്ക്ക് കാണാറുണ്ട്. അത് എത്രത്തോളം ആക്റ്റീവ് എന്നറിയില്ല. ട്വിറ്ററിൽ ഇവർ ഭയങ്കര IRCC ആക്റ്റീവാണ്. കാരണം എനിക്ക് ട്വിറ്ററിൽ മെസ്സേജിനൊക്കെ റെസ്പോൺസ് കിട്ടാറുണ്ട്. അത് ട്വിറ്റർ മെസ്സേജിംഗ് എന്ന് പറഞ്ഞിട്ട് സിസ്റ്റം ഉണ്ട് IRCC പേജിൽ. അപ്പോൾ അതിനകത്ത് ഞാൻ എൻ്റെ ഡൗട്ട്സൊക്കെ ഇടുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ ഡൗട്ട് ഉണ്ടായിരുന്നു. ഡൗട്ട് എന്താണെന്ന് ഞാൻ പറയാം. അപ്പം ഇവരെനിക്ക് ക്ലിയർ ചെയ്ത് തന്നു, ട്വിറ്ററിൽ ക്ലിയർ ചെയ്ത് തന്നു. അപ്പോൾ നമ്മൾ ഈ ഫില്ല് ചെയ്ത എല്ലാ ഫോംസും നമ്മുടെ ഡോക്യുമെൻസും ഒക്കെ ആ ഡെസിഗ്നേറ്റഡ് സ്ലോട്ട്സിൽ അപ്ലോഡ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. അപ്ലോഡ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അവർ I agree അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളില്ലേ, അത് ചെയ്യും. പിന്നെ ഫീസ് അടയ്ക്കാം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്പുകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് നമ്മുടെ എല്ലാ ഇതും വെരിഫൈ ചെയ്തിട്ട്, എല്ലാ അപ്ലോഡും കറക്റ്റാണെന്ന് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് ഫീസ് അടച്ചിട്ട് ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ എൻ്റെ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും, അതായത് ഫാമിലി ആയിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് ഈ ഡൗട്ട് ഉണ്ടാവും. ഞാനിപ്പോൾ PGWPക്ക് അപ്ലൈ ചെയ്യുമ്പം എനിക്ക് ജോബ് ഓഫറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതായത് ഇപ്പോൾ ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് ജോബ് ഓഫറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫാമിലി മെമ്പറിനെ ആഡ് ചെയ്യുന്ന സമയത്ത് പണ്ടത്തെ റൂൾ അനുസരിച്ചിട്ട് ഫാമിലി മെമ്പറിന് NOC OB ഇപ്പോൾ ടിയറാണ്, NOC OO അല്ലെങ്കിൽ 0 ABC അതിലേതെങ്കിലും ഉള്ളൊരു ജോബ് ഉണ്ടെങ്കിൽ ഫാമിലി മെമ്പറിനുള്ള പെർമിറ്റ് എക്സ്റ്റെൻഡ് ആവത്തുള്ളൂ എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഡിസംബർ സമയത്ത് ഞാൻ IRCC ട്വിറ്ററിൽ മെസ്സേജ് അയച്ച് ചോദിച്ചു, എനിക്കിങ്ങനെ ആഡ് ചെയ്യാൻ പറ്റുമോ, അതോ പിന്നീട് ഫാമിലി മെമ്പറിനെ ഈ ആപ്ലിക്കേഷനകത്ത് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പം IRCC എനിക്ക് റിപ്ലൈ വന്നത് ആ സമയത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ജനുവരി 30 ശേഷം റൂൾ ചേഞ്ച് ചെയ്യാണ്. പ്രൈമറി മെമ്പറിന്, അതായത് സ്റ്റുഡൻറ്റ് PGWPക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും സ്കിൽ ലെവലിലുള്ള ജോബ് ഉണ്ടായാൽ മതി. ഒരു ജോബ് ഉണ്ടാവണം എന്ന് പറഞ്ഞവർ. അതായത് സ്കിൽ ലെവലൊന്നും റെലവൻ്റ് അല്ല, ഏത് സ്കിൽ ലെവലായാലും കുഴപ്പമില്ല. ഒരു ജോബ് ഓഫർ അല്ലെങ്കിൽ ജോബോ ഉണ്ടെങ്കിൽ ഫാമിലി മെമ്പറിനെ ആഡ് ചെയ്യാന്നുള്ള രീതിയിൽ. അപ്പോഴും എൻ്റെ കയ്യിൽ ജോലിയൊന്നും ഇല്ല. ഞാൻ പാർട്ട് ടൈം ജോലി വിട്ടിട്ടുണ്ടായിരുന്നു. ഫുൾ ടൈം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാർട്ട് ടൈം ജോലി വിട്ടിട്ടാണ് ഫുൾ ടൈം ജോലിക്ക് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിലവിൽ എനിക്ക് ജോലിയില്ലാതെ ഫാമിലി മെമ്പറിനെ ആഡ് ചെയ്യണമെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. പിന്നെ എൻ്റെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ അധിക പേര് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്തവരാണ്. അതായത് ഇൻട്രസ്റ്റ് സ്റ്റുഡൻറ്റ് മാത്രമായിട്ട് അപ്ലൈ ചെയ്തവർക്കൊക്കെ ഒരു മാസത്തിനുള്ളിലൊക്കെ PGWP അപ്രൂവ് ആയി കിട്ടി. പക്ഷേ ഫാമിലി മെമ്പറിനെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിലേ ഉണ്ട്. അതായത് 120 days ഒക്കെ കഴിയും എന്നുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി. അത് കറക്റ്റോ സോഴ്സൊന്നും എനിക്കറിയില്ല, അങ്ങനെ ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ രണ്ടുപേരും ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ട് ഞാൻ എൻ്റെ കൂടെ ലെറ്റർ വെച്ചു. അതായത് ക്ലൈൻറ്റ് ഇൻഫോ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടായിരുന്നല്ലോ, ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ അതിനകത്ത് ഞാൻ ലെറ്റർ വെച്ചിട്ട് ഞാൻ എഴുതി, ഇപ്പോൾ എനിക്ക് ജോലിയില്ല, പക്ഷേ ഞാൻ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അറ്റൻഡ് ചെയ്തിട്ട് എനിക്ക് ജോലി കിട്ടുമ്പോൾ ഞാൻ ആ ജോബ് ഓഫർ അപ്ഡേറ്റ് ചെയ്തോളാം, കൂടുതൽ ഞാൻ പേ സ്ലിപ്പ് അപ്ഡേറ്റ് ചെയ്തോളാം പറഞ്ഞു. അപ്പം എനിക്ക് മാർച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. മാർച്ചിൽ ജോയിൻ ചെയ്ത ശേഷം ആ ഓഫർ ലെറ്ററും പിന്നെ എൻ്റെ 3 പേ സ്ലിപ്പും വെച്ചിട്ട് ഞാൻ വെബ് ഫോം വെച്ചിട്ട് എൻ്റെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തു. അതായത് എനിക്ക് ജോലി കിട്ടി, ഇതാണ് എൻ്റെ പേ സ്ലിപ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്തത്. ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് ചെയ്തതാണ്. ഞാനത് ദൃഢമായിട്ട് നിശ്ചയിച്ചിരുന്നു. അതായത് എന്തെങ്കിലും ഒരു ജോലിയിൽ ഞാൻ കയറുന്നു, ഒന്നെങ്കിൽ എൻ്റെ ഫീൽഡിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ജോലിയിൽ കയറും. പിന്നെ എൻ്റെ ഈ ആപ്ലിക്കേഷൻ അപ്രൂവ് ആവാൻ, അതായത് ഫാമിലി മെമ്പറിനും കൂടെ വെച്ചതുകൊണ്ട് ആപ്ലിക്കേഷൻ അപ്രൂവ് ആയാൽ ഏകദേശം 3.5-4 മാസത്തിൻ്റെ അടുത്തായി. അപ്പം അത്രയും ഗ്യാപ്പ് കിട്ടി എനിക്ക് ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് കയറാനും പേ സ്ലിപ്പ് കിട്ടാനുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഒരു ഞാണിന്മേൽ കളിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അതായിരുന്നു എനിക്ക് അവരുടെ അടുത്ത് നിന്ന്, അതായത് IRCCയുടെ അടുത്ത് നിന്ന് കിട്ടിയ ഗൈഡ് ലൈൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ജോലി വേണമെന്നായിരുന്നു. പാർട്ട് ടൈം ആണോ ഫുൾ ടൈം ആണോ എന്നൊന്നും പറഞ്ഞില്ല. ഞാനൊരു ഉറപ്പിൻ്റെ പുറത്ത് അങ്ങോട്ട് അപ്ലൈ ചെയ്തു. 2 പേർക്കും അപ്രൂവ് ആയി. 3 കൊല്ലത്തേക്ക് PGWP അപ്രൂവ് ആയി കിട്ടി. അതല്ല കേസെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് PGWP വെച്ചിട്ട് പിന്നെ എനിക്ക് ജോലി കിട്ടുന്ന സമയത്ത് ആ ഓഫറും പേ സ്ലിപ്പും അപ്ഡേറ്റ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. പക്ഷേ
രണ്ടാണെങ്കിലും പുള്ളിയുടെ എക്സ്റ്റൻഷൻ തീരുന്നതിന് മുമ്പ് എനിക്ക് ജോലി കിട്ടണമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചപ്പം ഇത് അപ്രൂവ് ആവാൻ കുറച്ച് സമയമെടുക്കും, വെബ് ഫോം റേസ് ചെയ്യാനുള്ള സമയമുണ്ടെന്ന് തോന്നിയപ്പം ഞാൻ അത്രയും ഒരു ടൈം ലൈൻ മനസ്സിൽ, അതായത് ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് എടുത്തിട്ടാണ് ഞാൻ രണ്ടും കൽപ്പിച്ച് രണ്ടുപേർക്കും കൂടെ അപ്ലൈ ചെയ്തത്. ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തത്, PGWPക്കും ഒരുമിച്ചാണ് അപ്ലൈ ചെയ്തത്. PGWPയും എൻ്റെ PGWPയും സ്പൗസിൻ്റെ എക്സ്റ്റൻഷൻ ഓഫ് ഓപ്പൺ വർക്ക് പെർമിറ്റ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഈ 2023 ജനുവരി മുതൽ അങ്ങനെ ഒരു റൂള് ചേഞ്ച് ചെയ്തുകൊണ്ട് ഒരു റിലാക്സേഷൻ വന്നത് ഇന്ന സ്കിൽ ലെവൽ വേണമെന്നില്ല, ഏത് ജോലിയാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയത്. പിന്നെ നമ്മൾ PGWP അപ്ലൈഡ് സ്റ്റാറ്റസിലാണെങ്കിൽ നമുക്ക് ഫുൾ ടൈം വർക്ക് ചെയ്യാൻ പറ്റും. സോ എൻ്റെ എംപ്ലോയർ അത് ആക്സെപ്റ്റ് ചെയ്തു. എൻ്റെ സ്റ്റഡി പെർമിറ്റും പിന്നെ IRCC നമുക്കൊരു ലെറ്റർ വരും, നമ്മൾ അപ്ലൈ ചെയ്ത് 2-3 ദിവസത്തിനുള്ള ഒരു ലെറ്റർ വരും. അതും കാണിച്ചു കഴിഞ്ഞാൽ ആ ലെറ്ററിൽ ഇങ്ങനെ 120 days ഒരു ടൈം ലൈൻ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വരും എന്ന് പറഞ്ഞിട്ട് ഡേറ്റ് ഉണ്ടാവും. ഈ ലെറ്ററും സ്റ്റഡി പെർമിറ്റും വെച്ചിട്ടാണ് നമ്മൾ ജോലിക്ക് കയറിയത്. പിന്നെ ഇൻ കേസ് 120 days റെസ്പോൺസ് ഒന്നും വന്നില്ല, മോസ്റ്റ് കേസസിൽ വരും. ഇനി അത് വന്നില്ലെങ്കിൽ 120 days കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകൂടെ ലെറ്റർ റിക്വസ്റ്റ് ചെയ്യുക. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യാൻ എലിജിബിൾ ആണെന്ന ആളാണ് IRCCയുടെ വെബ്സൈറ്റിൽ നമ്മൾ കണ്ടത്. അതായത് 120 days റിസൾട്ട് വന്നില്ലെങ്കിലും നമ്മൾ എലിജിബിൾ ആണെന്നാണ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കണ്ടത്. നമുക്കത് IRCCയുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇനി ഞാൻ പറയാൻ പോകുന്നത് ഞാൻ വെച്ച കംപ്ലീറ്റ് ഡോക്യുമെൻറ്റിൻ്റെ ലിസ്റ്റും ക്ലയൻറ്റ് ഇൻഫോയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വെച്ചെന്നുള്ളതാണ് ഇനി ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നേരത്തെ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തപ്പം ആപ്ലിക്കേഷൻ പേജിൻ്റെ ഒരു ലിസ്റ്റ് കാണിച്ചത്, അതായത് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സ്ലോട്ടൊക്കെ ഉള്ള ഒരു പേജ് കാണിച്ചല്ലോ, അതിലുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ വെച്ചാൽ മതി. പിന്നെ അഡീഷണൽ ആയിട്ട് വെച്ചത് നമ്മൾ ക്ലയൻറ്റ് ഇൻഫർമേഷൻ എന്തൊക്കെ ആഡ് ചെയ്തെന്നുള്ളതാണ് അഡീഷണൽ ആയിട്ട് വരുന്നത്. അപ്പം മെയിനായിട്ട് നമ്മൾ ഡോക്യുമെൻറ്റ് ലിസ്റ്റ് പറയുവാണെങ്കിൽ ആ 2 ഫോം, അപ്പോൾ എൻ്റെ കേസിൽ 2 ഫോം, ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ഒരു ഫോം ഉണ്ടാവും. പിന്നെ നമ്മുടെ പാസ്പോർട്ട്, ഫോട്ടോ, നമ്മുടെ ഫൈനൽ ട്രാൻസ്ക്രിപ്റ്റും കോഴ്സ് കംപ്ലീഷൻ ലെറ്ററും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഞാൻ ഫാമിലി മെമ്പറിനെ കൂടെ വെച്ചുകൊണ്ട് മാരേജ് സർട്ടിഫിക്കറ്റ് വേണ്ടി വന്നു. പിന്നെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട്, പിന്നെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള മറ്റേ ഫോം, അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടല്ലോ, നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നേരത്തെ ഫില്ല് ചെയ്ത് കാണിച്ച ആ ഫോം വേണ്ടി വന്നു. പിന്നെ ക്ലയൻറ്റ് ഇൻഫോയിൽ ഞാൻ ഒറ്റ PDF ആണ് വെച്ചത്, അത് കുറേ ഇൻഫർമേഷൻ ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു PDF. അപ്പം അതിൽ ആദ്യം വെച്ചത് ഒരു ലെറ്ററാണ്, അതായത് നമ്മൾ പണ്ട് സ്റ്റഡി പെർമിറ്റ് വെക്കുമ്പോൾ ഒരു SOP എഴുതില്ലേ, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയി അത്രയും ചിന്തിച്ചു കൂട്ടി എഴുതൊന്നും വേണ്ട, നമ്മുടെ സിനാരിയോ എഴുതാതെ നമ്മൾ എന്നാണ് വന്നത്, എപ്പോൾ തൊട്ട് നമ്മൾ സ്റ്റുഡൻ്റ് ആണ്, എത്ര വർഷത്തെ കോഴ്സാണ്. അപ്പം ഞാൻ പ്രത്യേകം എഴുതി 2 അക്കാഡമിക് ഇയറിൻ്റെ കോഴ്സാണ്, സോ ദാറ്റ് നമുക്ക് 3 കൊല്ലത്തെ സ്റ്റേ ബാക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊന്നും ഡയറക്റ്റ് പറഞ്ഞില്ല 3 കൊല്ലത്തെ സ്റ്റേ ബാക്ക് കിട്ടണമെന്നല്ല എഴുതിയത്, ജസ്റ്റ് 2 കൊല്ലത്തെ അക്കാഡമിക് ഇയർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ കോളേജിൽ നിന്നുള്ള ഇൻഫർമേഷനൊക്കെ ഞാൻ അതിൻ്റെ കൂടെ അറ്റൻഡ് ചെയ്തു എന്നുള്ള രീതിയിൽ എഴുതി. പിന്നെ എൻ്റെ പെർട്ടിക്കുലർ സിനാരിയോ, അതായത് എനിക്കിപ്പോൾ കറൻ്റ്ലി ജോലിയില്ല, പക്ഷേ ഞാൻ പാർട്ട് ടൈം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇത് കോളേജിൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനും ഫുൾ ടൈം ജോലിക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാനും ഞാൻ പാർട്ട് ടൈം വിട്ടു. എനിക്കൊരു ഫുൾ ടൈം ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഓഫർ ലെറ്ററും പേ സ്ലിപ്പും ഒക്കെ അറ്റാച്ച് ചെയ്യുന്നതായിരിക്കും റെസ്പെക്റ്റഡ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലെറ്റർ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ പാർട്ട് ടൈം ചെയ്തതിൻ്റെ ഓഫർ ലെറ്റർ, ഞാൻ കോപ്പ് ചെയ്തതിൻ്റെ ഓഫർ ലെറ്റർ, പിന്നെ അതേപോലെ തന്നെ എൻ്റെ കോളേജിൽ നിന്ന് എനിക്ക് അഡീഷണൽ ആയിട്ട് ക്യാപ്സ്റ്റോൺ പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞതിൻ്റെ സർട്ടിഫിക്കറ്റ്, പിന്നെ കോളേജിൽ നിന്ന് എനിക്ക് എന്തൊക്കെ സർട്ടിഫിക്കറ്റ് കിട്ടിയണോ, നമ്മൾ പാസ്സായി ഡിസ്റ്റിങ്ഷൻ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ ആ ഒറ്റ PDF ചെയ്തിട്ടാണ് എൻ്റെ ക്ലയൻറ്റ് ഇൻഫോ വെച്ചത്. ഇനി സ്പൗസിൻ്റെ ക്ലയൻറ്റ് ഇൻഫോയിൽ പുള്ളിയുടെ ഓഫർ ലെറ്റർ, പുള്ളിയുടെ ലാസ്റ്റ് 3 പേ സ്ലിപ്സ്, 3 months അല്ല 3 പേ സ്ലിപ്സ്, ഇവിടെ ബൈ വീക്കിലായതുകൊണ്ട് ലാസ്റ്റ് 3 പേ സ്ലിപ്സ് വെച്ചു. പിന്നെ പുള്ളിയുടെ പഴയ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളൊന്നും വെച്ചില്ല, വെക്കുന്നവരുണ്ട്, നിർബന്ധമൊന്നുമില്ല. പുള്ളിക്ക് വേറെ ലെറ്ററൊന്നും ഞാൻ എഴുതിയില്ല, ഞാനാണ് പ്രൈമറി ആപ്ലിക്കൻ്റ്, അപ്പം ഞാൻ പുള്ളീനെ ഫാമിലി മെമ്പറായിട്ട് ആഡ് ചെയ്യുന്നുള്ള രീതിയിലാണ് ആ ഒരു ക്ലയൻറ്റ് ഇൻഫോ പുള്ളിക്ക് വേണ്ടി വെച്ചത്. ഈ സ്റ്റുഡൻ്റായിട്ട് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ എല്ലാവരും ഒന്നും ക്ലയൻറ്റ് ഇൻഫോ വെക്കാറില്ല, വെക്കുന്നവരുണ്ട്. അപ്പം അതൊരു നിർബന്ധമായിട്ടുള്ള സംഭവമല്ല, പക്ഷേ ഇവർക്ക് ഒരു ലെറ്റർ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിരുന്നത്. കഥ വായിക്കാൻ ഇഷ്ടമുള്ളവരാണ് IRCCക്കാരനാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് വായിച്ചിട്ടാണ് അവർ എനിക്ക് സ്റ്റഡി പെർമിറ്റ് തന്നത്. പിന്നെ നമ്മുടെ പഴയ സ്റ്റഡി പെർമിറ്റും വർക്ക് പെർമിറ്റും ക്ലയൻറ്റ് ഇൻഫോൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യുന്നത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പം ഈ ലെറ്ററിൻ്റെ തൊട്ട് താഴെ ഞാൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അറ്റാച്ച് ചെയ്തെന്നുള്ള ലിസ്റ്റും കൂടെ വെച്ചു, ഒരു രസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വെച്ചതായിട്ട് എൻ്റെ ക്ലാസ്സിൽ കുറച്ച് പേര് അങ്ങനെയൊക്കെ വെച്ചതായിട്ട് പറഞ്ഞിരുന്നു. അപ്പം ഞാനും അങ്ങനെ വെച്ചു ഒരു രസത്തിന് വേണ്ടിയിട്ട്. അപ്പം നമുക്കിത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സബ്മിഷൻ ലെറ്റർ വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം അപ്രൂവ് ആയി എന്ന് പറഞ്ഞിട്ട് ലെറ്റർ വരും. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് PGWP, നമ്മൾ എന്ത് അഡ്രസ്സാണോ കൊടുത്തത് ആ അഡ്രസ്സിലേക്ക് നമ്മുടെ PGWPയും ഓപ്പൺ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷനും മെയിലായിട്ട് വരിക ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഏകദേശം 3.5 മാസം എടുത്തു. ഞാൻ ജനുവരി അവസാനമൊക്കെയാണ് അപ്ലൈ ചെയ്തത്. കാരണം എനിക്ക് ഓൾറെഡി എൻ്റെ സ്റ്റഡി പെർമിറ്റ് ജൂലൈ വരെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം സമയം ഉണ്ടായിരുന്നു റിലാക്സ് ചെയ്യാൻ. പിന്നെ ഞാൻ ഈ ഒരു കാരണം കൂടെ ഉള്ളതുകൊണ്ടാണ് ജനുവരിയിൽ അപ്ലൈ ചെയ്തത്. അതായത് ഫാമിലി മെമ്പറിൻ്റെ ഒരു സിനാരിയും കൂടെ ഉണ്ടായതുകൊണ്ട് ജനുവരി അപ്ലൈ ചെയ്യാൻ വിചാരിച്ചു. അപ്പം ഇതല്ലാതെ ഇൻഫർമേഷൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒത്തിരി ലെങ്തി ആയിപ്പോയത്. ക്ഷമിക്കുക, ബോറടിച്ചെങ്കിൽ സോറി.
സ്കിപ്പ് ചെയ്ത് കാണാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ചാപ്റ്റേഴ്സൊക്കെ വെച്ചിട്ടുണ്ട്, അപ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പുതിയൊരു എപ്പിസോഡിൽ എന്ത് ടോപ്പിക്കാണെന്ന് ഞാൻ തീരുമാനിച്ചില്ല. ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ത് ടോപ്പിക്കാണ് ചെയ്യാമെന്ന്. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ബൾബ് കത്തിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം ഇത്രയും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട്, നല്ല ദിവസമോ രാത്രിയോ നേർന്നുകൊണ്ട് ഞാൻ വിട പറയുന്നു. ഇന്നത്തേക്ക് ഹasta la vista, adiós, bye.